ഇത് നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നോമ്പിൻ്റെ സമയത്തും പിന്നെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനാദ്യം തന്നെ ഞാനൊരു മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ 1 കപ്പ് മൈദയിലേക്കുള്ള അളവാണ് പറയുന്നത്. ഇനി ഈ വെള്ളത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ബാറ്ററിന് ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടി ഞാൻ 2 പീസ് ബീറ്റ്റൂട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരച്ചതിന് ശേഷം കളർ കുറവാണെന്നുണ്ടെങ്കിൽ 2 പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് അരയ്ക്കുക. അരച്ചതിന് ശേഷം ഒരു ഇത്തിരി കളർ കുറവാണ്, അതുപോലെ തന്നെ 2 പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ബാറ്റർ നല്ല പിങ്ക് കളർ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ്റൂട്ടിൻ്റെ തരിതരിയൊക്കെ ഉണ്ടാവും, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഈ ബാറ്റർ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം മാത്രമേ നമുക്കിത് ഷീറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു പരന്ന പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം 3 ടേബിൾ സ്പൂൺ പിസ്തയുടെ സ്ലൈസസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ മീഡിയം ലെവലാണ് കേട്ടോ മധുരം ഉണ്ടാവുള്ളൂ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് അതിൽ കുറയ്ക്കാൻ നിൽക്കണ്ട, ഒരു ലൈറ്റ് മധുരമേ ഉള്ളൂ. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അത്യാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ആ തേങ്ങ ഒന്ന് ആ പഞ്ചസാരയിൽ കിടന്നിട്ടൊന്ന് ഒതുങ്ങി വന്നോട്ടെ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷീറ്റിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ കുറച്ച് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഒന്ന് ഒതുങ്ങിയെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വെച്ച് കൊടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു 2-3 തുള്ളി പിസ്തയുടെ മിൽക്ക് മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ബേക്കേഴ്സിൻ്റെ ബ്രാൻഡാണ്, പല ബ്രാൻഡിലും കിട്ടുന്നുണ്ട്. ടൈഗറിൻ്റെ ബ്രാൻഡിലും പലതിലും കിട്ടുന്നുണ്ട്. ഏതാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. കൂടെ ഉണ്ട് കേട്ടോ, ഒരു 2-3 തുള്ളി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു പരന്ന പാൻ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ട്. അത്രയും ചൂട് മതിയിട്ടോ. എന്നിട്ട് ദോശമാവ് കൊഴിക്കാൻ എടുക്കുന്ന കയ്യിലുണ്ടല്ലോ, അങ്ങനത്തെ ഒരു കയ്യിൽ 1/4 ഭാഗം മാത്രം മാവ് എടുത്താൽ മതി. എന്നിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. ഇളക്കൊന്നും വേണ്ട, പരത്തി കൊടുക്കുകയും വേണ്ട, അടച്ചു വെക്കുകയും വേണ്ട. ലോ ഫ്ലെയിമിലിട്ടാൽ ചില സമയത്ത് നമുക്കത് സിമ്മാക്കി വെക്കേണ്ടി വരും. അത്രയും ചൂട് കൂടാൻ പാടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ടിപ്പോൾ ഇതേ ആ ഹോൾസൊക്കെ ഉണ്ടല്ലോ അത് നിറയെ വന്നിരിക്കും. എന്നിട്ട് അതേപോലെ തന്നെ ആ ലൈറ്റ് പിങ്ക് അങ്ങോട്ട് പോയിട്ട് ഒരു ഡാർക്ക് പിങ്ക് ആയ സമയത്ത് നമുക്ക് അപ്പം തന്നെ ഒരു സ്പാച്ചുല വെച്ചിട്ട് അതിലെടുക്കണം. അതിൻ്റെ അടിയിലത്തെ കളറിൽ ഒരു വ്യത്യാസം വരുത്തരുത്, അപ്പോൾ പിന്നെ അതിൻ്റെ ഭംഗി പോവും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. വേവാൻ ഒട്ടും താമസമില്ല. ആ കളർ അങ്ങോട്ട് മാറി ഡാർക്ക് കളർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിത് എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ട് അതേ മാറി മാറി വരുന്നുണ്ട്. അത് കംപ്ലീറ്റ് ഇപ്പോൾ പോയി. ഇനി നമുക്ക് സ്പാച്ചുല വെച്ചിട്ട് എടുക്കാം. ഇപ്പോൾ കംപ്ലീറ്റ് ലൈറ്റ് പിങ്ക് പോയി ഡാർക്ക് പിങ്ക് വന്നു. ഇനി സ്പാച്ചുല വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കിട്ടും കേട്ടോ. എണ്ണ പുരട്ടേണ്ട ആവശ്യമൊന്നുമില്ല, എണ്ണ പുരട്ടുകയും ചെയ്യരുത്. ഇനിയിപ്പോൾ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷീറ്റിലേക്ക് ചൂടോടെ തന്നെ ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിയിരിക്കില്ല. നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടോടെ തന്നെ ഇതിൽ ഫില്ലിങ് നിറയ്ക്കുന്നത്. നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇങ്ങോട്ട് മാറ്റിയ ഉടനെ തന്നെ അതിലേക്ക് അടുത്ത ബാറ്റർ അപ്പുറം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഫില്ലിങ് ഇതിൽ നിറച്ച് കൊടുക്കുക. ഇതിലിപ്പോൾ 1 ടീസ്പൂൺ എടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ഷീറ്റിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതെടുത്തിട്ട് അങ്ങോട്ട് മടക്കിയിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ വിട്ടു പോരുന്നില്ല കേട്ടോ, അവിടെ തന്നെ ഒട്ടിയിരുന്നോളൂ. അതിനാണ് നമ്മൾ ഈ ചൂടോടെ തന്നെ ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ അടിഭാഗത്തെ കളർ കണ്ടില്ലേ, ഒരു വ്യത്യാസവും ഇല്ല. നമ്മളൊരു ഇത്തിരി നേരം കൂടുതൽ വെക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ അങ്ങോട്ട് മാറിപ്പോവും. അതിനാണ് ആ ലൈറ്റ് പിങ്ക് അങ്ങോട്ട് മാറിയിട്ട് ഡാർക്ക് പിങ്ക് ആകുമ്പോൾ അപ്പം തന്നെ എടുക്കാൻ പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കളർ മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു മോൾഡ് എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് വിട്ടു പോരുന്നുള്ള ഒരു ഇതുകൊണ്ടൊന്നല്ല, കൂടുതൽ ഒന്നും കൂടെ കാണാനൊരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് എക്സ്ട്രാ ഉള്ള ഭാഗം നമുക്കൊരു കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു മോൾഡ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ ചെയ്യാറില്ല. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ ഇതിനേക്കാളും കാണാൻ കുറച്ചും കൂടെ ഭംഗിയുള്ള മോൾഡുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലുണ്ടാക്കിയാലും മതി. ഇതിപ്പോൾ ഈ ഒരു ഷേപ്പിലേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു സ്വീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടെ ഞാൻ ഇതേപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള നല്ല സ്വീറ്റ്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കളറൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ജെൽ കളറോ മഞ്ഞൾപ്പൊടിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക. അപ്പോൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.